അവൽ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ഡെസേർട്ട് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു അവൽ പുഡിങ്. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറുത് മതി കേട്ടോ. അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട്, ഉപ്പില്ലാത്ത ബട്ടറാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് പഴുത്ത പഴം ഇതിലേക്ക് എടുക്കരുത് കേട്ടോ, ഒരു പാകത്തെ പഴുപ്പിലുള്ളത് വേണം. അപ്പം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പറ്റ ഉടഞ്ഞു പോകും. അപ്പോൾ ചെറിയൊരു പീസായിട്ട് കിടക്കാൻ പാകത്തിലുള്ള ആ ഒരു പഴുപ്പിലുള്ള പഴമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇതൊന്നങ്ങ് ഇതുപോലെ മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോരി മാറ്റി വെക്കാം. പഴം കോരി മാറ്റി വെച്ചിട്ട് ഇതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഞ്ചസാര ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. മെൽറ്റാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വരണം. ഒരുപാടങ്ങ് കരിഞ്ഞു ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇതുപോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയി വന്നാൽ മാത്രം മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് തീ കുറച്ച് വെക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവൽ ഇതുപോലെ ഈ ഒരു കാരമലിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്ത് കൊടുത്ത് കാരമൽ എല്ലാ ഭാഗത്തും ആയി വരണം കേട്ടോ അവലിൻ്റെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു അവലിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു 1/4 കപ്പ് ഞാനവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യത്തിന് അതിൻ്റെ ആ ഒരു അളവിൽ അനുസരിച്ചിട്ടുള്ള അവലൊക്കെ എടുക്കുക കേട്ടോ, ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്പാറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം വെച്ചിട്ടോ ഒന്നങ്ങ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. എന്നിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1.25 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കോൺഫ്ലവർ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ബാക്കി മധുരത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് മുഴുവനായിട്ടും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയും ചേർക്കാം കേട്ടോ. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് കൈയെടുക്കാതെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തിളച്ചൊന്നങ്ങ് കുറുകി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അവലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മുഴുവനായിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 1/4 കപ്പ് അവൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.